മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. കൈവിട്ടു പോയിട്ടുള്ള സ്വന്തം ഇമേജ് തിരിച്ചു പിടിക്കാൻ ഗണേഷ് കുമാർ ഓരോ വേദികളിൽ എത്തിയിട്ടും പെടാപ്പാട് പെടുന്നത് നിങ്ങൾ കണ്ടില്ലേ? നിങ്ങൾ ഇതൊന്ന് കേട്ടു നോക്കോ. തിരുവനന്തപുരം സിറ്റിയിൽ ഓടുന്ന ഇലക്ട്രിക് ബസ്സിന് 2500 രൂപയാണ് ഒരു ദിവസം കളക്ഷൻ. ഇന്ന് അത് 8500 മുതൽ 9000 രൂപ വരെ എത്തിച്ചത് ആരുടെയും മിടുക്കല്ല, KSRTC-കാരുടെ മിടുക്കാണ്. മനസ്സിലായി? ഒരു കണക്ക് പറഞ്ഞതുള്ളൂ, ചെറിയ കണക്ക് പറഞ്ഞ. ഇത് മാത്രമല്ല, തമ്പാനൂർ ബസ് ഡിപ്പോ സാധാരണ കിട്ടിക്കൊണ്ടിരിക്കുന്ന 30 ലക്ഷം രൂപയാണ് ശരാശരി കിട്ടിയത്. കഴിഞ്ഞ ഒരു 2 ആഴ്ചയായി 40 ലക്ഷം രൂപ വേണമെന്ന ടാർഗറ്റ് വെച്ചു. പക്ഷെ 42 ലക്ഷം രൂപ വരെ കളക്ട് ചെയ്യുന്നത്, അതായത് കൊടുത്ത ടാർഗറ്റിനേക്കാൾ കൂടുതൽ ഡിപ്പോയിൽ കളക്ട് ചെയ്യാൻ കഴിഞ്ഞു. CMD തന്നെ പറഞ്ഞു, കേരളത്തിലെ എല്ലാ ഡിപ്പോകളും പണ്ട് പല കമ്മീഷനെയും വെച്ചു. ആ കമ്മീഷൻ എന്താ പറഞ്ഞ, ഡിപ്പോകളെല്ലാം പ്രത്യേക യൂണിറ്റുകളായി കാണണം, KSRTC 3ആയി വിഭജിക്കണം, അതിന്റെ ഡിപ്പോ ലാഭത്തിലാണെന്ന് തെളിയിക്കണം. ഒന്നും വേണ്ട, ഒന്നും വിഭജിച്ചില്ല. അതേ KSRTC, അതേ ജീവനക്കാർ, അതേ ഉദ്യോഗസ്ഥർ. ആകെ മാറിയത് CMD, മന്ത്രിയും സെക്രട്ടറിയും മാത്രമേ മാറിയുള്ളൂ, വേറെ ആരും മാറിയില്ല. നിങ്ങൾ കേട്ടില്ലേ? ഞാനെന്ന ഭാവത്തിൽ എന്ന് പറയുന്നതിൽ ഇതിലപ്പുറം എന്തെങ്കിലും ഒരു ഉദാഹരണം എനിക്ക് കേരള പൊതുസമൂഹത്തിന് ആവശ്യമുണ്ടോ? കൈവിട്ടുപോയ ഇമേജ് തിരിച്ചു പിടിക്കാനുള്ള കഠിന പ്രയത്ന സകല വേദികളിലും പോയിട്ട് ഇതായിപ്പോ പ്രസംഗം. ഇതിനൊക്കെ കാരണം എന്താ? VV രാജേഷ്, നമ്മുടെ പുതിയ മേയർ, രംഗത്തെത്തിയിട്ട് ഈ ഗണേഷ് കുമാറിനെ പിടിച്ചൊന്നങ്ങ് കുടഞ്ഞ് കാര്യം മനസ്സിലായി. കേരളത്തിലെ പൊതുസമൂഹത്തിന് കാര്യം കൃത്യമായിട്ട് മനസ്സിലായി. VV രാജേഷ് പറഞ്ഞു, കോർപ്പറേഷൻ നഗരപരിധിയിൽ തന്നെ വേണം കോർപ്പറേഷന്റെ ഇലക്ട്രിക് ബസ് ഓടേണ്ടത്. ഇതിന് വലിയ ന്യായമൊക്കെ ആയിട്ട് ഗണേഷ് കുമാർ രംഗത്തെത്തി വിളിച്ചു പറഞ്ഞു, ജില്ല വിട്ടു പോകുന്നില്ല, അങ്ങോട്ടേക്ക് പോകുന്നില്ല, ഇങ്ങോട്ടേക്ക് പോകുന്നില്ല എന്ന്. അത് അങ്ങനെ പോകുന്നുണ്ട് എന്നുള്ളത് ഇവരുടെ തന്നെ മുൻ മേയറായിട്ടുള്ള ആര്യ രാജേന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്ത് മുന്നോട്ട് വെച്ചതോട് കൂടിയിട്ട് ഗണേഷ് കുമാറിന് ഏകദേശം മനസ്സിലായി തന്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് എന്ന്. മാത്രമല്ല, VV രാജേഷ് എന്തിനാ നഗരസഭയുടെ ബസ് നഗരസഭയുടെ പരിധിയിൽ ഓടണമെന്ന് പറഞ്ഞത് എന്നുള്ളതും ബോധമുള്ള മലയാളികൾ കൃത്യമായിട്ട് മനസ്സിലാക്കി. ഇതെങ്ങനെയാ 500 കോടി രൂപ ഇലക്ട്രിക് ബസ്സിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ എന്തിനു വേണ്ടിയാണ് തിരുവനന്തപുരം കോർപ്പറേഷന് കൊടുത്തിട്ടുള്ളത്? ഡൽഹിയിലെ എയർ പൊല്യൂഷൻ ഇഷ്യൂസ് പോലെ മറ്റ് നമ്മുടെ രാജ്യത്തെ നഗരങ്ങളിൽ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് 169, അതായത് തിരുവനന്തപുരം നഗരസഭ ഉൾപ്പെടെ, തിരുവനന്തപുരം നഗരം ഉൾപ്പെടെ 169 രാജ്യത്തെ പ്രധാനപ്പെട്ട നഗരങ്ങളിലേക്ക് PM ഇ ബസ് കൊടുക്കുക. അതിനു വേണ്ടിയിട്ട് 20,000 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ ചിലവഴിച്ചത്. 10,000-ലധികം ബസ്സുകളാ നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഇപ്പോ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതിൽ 500 കോടിയാണ് നമ്മുടെ തിരുവനന്തപുരത്തേക്ക് കൊടുത്തത്. മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞിട്ടുള്ള മറ്റൊരു നെറികേട് നിങ്ങൾ കേട്ടിരുന്നോ? കേരള സർക്കാർ ചെയ്തു, കേരള സർക്കാർ അതിലേക്ക് വാങ്ങിയത്. ഇതേ മന്ത്രി തന്നെ, ഇതേ സർക്കാർ തന്നെ 94 ലക്ഷം, 1 കോടിയോളം രൂപയാണ് ഒരു ഇലക്ട്രിക് ബസ് എന്ന് പറയുമ്പോ 113 ബസ് വാങ്ങുമ്പോ 113 കോടിയിൽ അപ്പുറമുള്ള ബാക്കി പണം എന്തു ചെയ്തു? കോർപ്പറേഷനും 150 കോടിയോളം രൂപയേറ്റം ഇതിനു വേണ്ടി ചിലവഴിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ പിന്നാലെ പോയാൽ വലിയ തട്ടിപ്പ്, അതിലപ്പുറം ഈ ബസ് വാങ്ങിയവരുമായി ബന്ധപ്പെട്ടും പുറത്തു വരാനുണ്ടാവും എന്നുള്ളതും വ്യക്തമായിട്ട് തന്നെ ഓരോ മലയാളിക്കും ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കൂലേ? ഈ ഗണേഷ് കുമാറൊക്കെ വന്നിട്ട് 113 ബസ്സിന് കേരള സർക്കാർ എന്തോ കൊടുത്തു എന്ന്. 500 കോടി കേന്ദ്ര സർക്കാർ തന്നതിൽ ഏറ്റവും ചുരുങ്ങിയത് 450 ഇലക്ട്രിക് ബസ്സെങ്കിലും വാങ്ങാൻ സാധിക്കുമായിരുന്നു എന്നുള്ളതല്ലേ മറ്റൊരു വലിയ യാഥാർത്ഥ്യം. ഇപ്പൊ ഗണേഷ് കുമാർ സകല സ്ഥലത്തും, ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് പ്രസംഗിച്ചതാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. സകല സ്ഥലത്ത് പോയിട്ടും കൈവിട്ടുപോയ ഇമേജ് തിരിച്ചു പിടിക്കാൻ ഒപ്പമുള്ളവരെ കുത്തിയിട്ടാണെങ്കിലും പിടിക്കാനുള്ള ശ്രമം നിങ്ങൾ കേട്ടില്ലേ? 2,500 ഇലക്ട്രിക് ബസിന്റെ ലാഭം. അത് ഞാൻ 9,000-ലേക്ക് എത്തിച്ചു. അത് മാത്രമാണോ? 30 ലക്ഷം ടാർഗറ്റ് കൊടുത്തെടുത്ത് 30 ലക്ഷം വരുമാനമുള്ളിടത്ത് ടാർഗറ്റ് വെച്ചു കൊടുത്തു. അത് 40 ലക്ഷത്തിലേക്ക് മാത്രമല്ല, അതും കടന്ന് മുന്നോട്ട് പോയി. ഇതെങ്ങനെ സംഭവിച്ചു? ജീവനക്കാരത് തന്നെ, സകലരും അത് തന്നെ. മാറിയത് മന്ത്രി ഒന്ന് മാറി, സെക്രട്ടറി ഒന്ന് മാറി, CMD ഒന്ന് മാറി,
അതായത് ഞാൻ ഉണ്ടായത് കൊണ്ട് മാത്രമാണ് ഇത് മാറിയത്. മുമ്പുള്ള മുൻ ഗതാഗത മന്ത്രി ആരാ? BJP ഗതാഗത മന്ത്രിയാണ്. ഇവിടെ മുൻ ഗതാഗത മന്ത്രി ഇടതുപക്ഷത്തിന്റെ അല്ലേ? അതിനു മുമ്പേക്ക് പോയാലും 5 കൊല്ലം കേരളം ഭരിച്ചത് ഇടതുപക്ഷല്ലേ? അതിനു മുമ്പേക്ക് പോയാൽ UDF അല്ലേ? ഈ UDF LDF ഒക്കെ നമ്മുടെ കേരളത്തിൽ KSRTC സംവിധാനത്തേക്ക് കട്ടുമുടിച്ച് മുന്നോട്ട് പോവുകയാണ് എന്ന് കൃത്യമായിട്ട് ഗണേഷ് കുമാറിന്റെ പ്രസംഗം ഒന്ന് കേട്ട് കഴിഞ്ഞാൽ ഏതൊരു മലയാളിക്കും ലളിതമാക്കി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഒരു ഉളുപ്പുമില്ലാതെയല്ലേ ഈ ഗണേഷ് കുമാർ ഇങ്ങനെ ഓരോന്ന് വിളിച്ചു പറഞ്ഞ് നടക്കുന്നത്? VV രാജേഷ് വ്യക്തമായിട്ട് കാര്യങ്ങളെ മുന്നോട്ട് വെച്ച് നഗരസഭയിൽ, നഗരത്തിൽ, നഗരഹൃദയത്തിൽ മറ്റൊരു ഡൽഹി ആവർത്തിക്കരുത്. ഡൽഹി എയർ പൊല്യൂഷൻ ഇഷ്യൂസ് ഉള്ളത് രാജ്യം മൊത്തം അറിയാവുന്നതാണ്. അതുകൊണ്ടാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ രാജ്യത്തെ പ്രധാനപ്പെട്ട നഗരങ്ങളിലേക്ക് കോടിക്കണക്കിന് രൂപ കൊടുത്തിട്ട് ബസ് സംവിധാനം കൊണ്ടുവരുന്നത്. എന്നിട്ടും ഒരു ഉളുപ്പുമില്ലാതെ ഗണേഷ് കുമാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഡീസൽ ആയിരുന്നു നല്ലത്, മറ്റേതായിരുന്നു നല്ലത്, ഇലക്ട്രിക് ബസ് ഈ നഷ്ടത്തിനല്ല, ഈ നഷ്ടത്തിൽ ഓടുന്നോ ലാഭത്തിൽ ഓടുന്നോ എന്നുള്ളതല്ല ഇതിന്റെ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് നഗരത്തിൽ എയർ പൊല്യൂഷൻ ഇഷ്യൂസ് ഇല്ലാതിരിക്കുക എന്നുള്ളതാ. എന്നിട്ടും ലാഭമാണ് എന്നുള്ളതും ഇതേ നാവ് കൊണ്ട് തന്നെ ഇതേ ഗണേഷ് കുമാർ തന്നെ വിളിച്ചു പറയുന്നുണ്ട്. ഈ ഇലക്ട്രിക് ബസ്സിനേക്കാൾ ലാഭം ഡീസൽ ബസ്സാണ്, മറ്റേ ബസ്സാണ് എന്നൊക്കെ വിവരവും വിവേകവും ഉള്ള ഒരു മനുഷ്യര് പറയാൻ സാധിക്കും. പക്ഷെ നമ്മുടെ ഗതാഗത മന്ത്രി പറയും സ്വന്തം ഇമേജ് VV രാജേഷ് തച്ചങ്ങ് മുറിച്ചാല് ആ ഇമേജ് തിരിച്ചു പിടിക്കാൻ എന്ത് വിവരക്കേടും ഒരു ഉളുപ്പുമില്ലാതെ നമ്മുടെ ഗതാഗത മന്ത്രി പറഞ്ഞുകൊണ്ടേയിരിക്കും. ഈ ബസ്, ഇലക്ട്രിക് ബസ്സിന് 500 കോടി രൂപ കേന്ദ്ര സർക്കാർ തന്നത് അത് കൃത്യമായിട്ട് നഗരത്തിലെ എയർ പൊല്യൂഷൻ ഇഷ്യൂസ് ഇല്ലാതിരിക്കാനാണ്. എന്നിട്ടും വന്നിട്ട് പറയോ അത് അപ്പുറത്തെ ബസ്സായിരുന്നു, ഇപ്പുറത്തെ ബസ്സായിരുന്നു, ലാഭമാണെന്ന്. പക്ഷെ ഇലക്ട്രിക് ബസ് ഓടിയിട്ടും 2500 നിന്ന് 9000 എത്തി. അപ്പൊ മുൻ ഗതാഗത മന്ത്രി എന്തു ഉണ്ടയായിരുന്നു KSRTCയും ഈ ഇലക്ട്രിക് ബസ്സൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നടത്തിയിരുന്നത്? കട്ടുമുടിക്കൽ ഉണ്ടായിരുന്നോ? ഇതൊക്കെ വ്യക്തമായിട്ട് ബോധമുള്ള മലയാളികൾ ചോദിക്കേണ്ടത് തന്നെയല്ലേ? ഇതിനു മുമ്പേയും ഇടതുപക്ഷം തന്നെയല്ലേ നമ്മുടെ കേരളം കഴിഞ്ഞ 5 വർഷക്കാലവും ഭരിച്ചത്? ഇപ്പൊ 10 വർഷമാകും പോവാ. ഈ 10 വർഷക്കാലവും ഗണേഷ് കുമാർ വന്ന സമയത്താണ് 2500 നിന്ന് 9000 ആയത് എന്ന്. അപ്പൊ ഇതിനു മുമ്പേ ഉള്ള ആളുകൾ കട്ടുമുടിച്ചതാണ് എന്ന് തന്നെയല്ലേ ഗണേഷ് കുമാർ തന്നെ പറയുന്നത്? ചുരുക്കി പറഞ്ഞ സകല മലയാളികളും തിരിച്ചറിയാ, തിരുവനന്തപുരത്ത് ഒരു മേയറും ഭാരതീയ ജനതാ പാർട്ടിയുടെ ഫോഴ്സ് സംവിധാനങ്ങൾ അധികാരത്തിലെത്തിയതോട് കൂടിയിട്ട് എന്തൊക്കെ തട്ടിപ്പുകളാണ് ഇടതുപക്ഷവുമായിട്ട് നിരന്തരം ദിനം പ്രതി പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്ത് മേയറായിട്ട് അധികാരത്തിലെത്തിയ സമയം മുതൽ ഓരോ തട്ടിപ്പുകള് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ടുള്ളത്. അടുത്തത് ഏതാണ് ഭാരതീയ ജനതാ പാർട്ടി ഇടതുപക്ഷത്തെ മുറിച്ചിടാൻ പോകുന്നത് എന്ന് ആകാംക്ഷയോട് കൂടിയിട്ട് കേരള പൊതുസമൂഹം ഇപ്പോ കാത്തിരിക്കുക.